നിങ്ങളെ സ്നേഹിച്ച് പുറകെ നടക്കുന്ന ഒരു വ്യക്തി എപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കും? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ 7 കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. നിങ്ങൾക്കത് പിന്നീട് നന്മയായി തീരും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ. 1. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളെ മാക്സിമം പിഴിഞ്ഞു കഴിഞ്ഞു, നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞു, ഇനി പോകാം എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ പോവും. ഹൃദയത്തിൽ അവർക്ക് പോകാം എന്ന ഒരു ചിന്തയുണ്ടായി കഴിഞ്ഞാൽ അവർ സ്ഥലം വിട്ടിരിക്കും. പിന്നീട് അവർ നിൽക്കാൻ സാധ്യതയില്ല, അവിടെ നിങ്ങളെ സ്നേഹിക്കാനും സാധ്യതയില്ല. അതുവരെയേ നിങ്ങളെ സ്നേഹിക്കാൻ സാധ്യതയുള്ളൂ. ഇത് അറിഞ്ഞിരിക്കുക, വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഇതിനോടകം നിങ്ങളിൽ നിന്നും സകലതും അവർ പിഴിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ആവശ്യമുള്ള എല്ലാം നേടിയിട്ടുണ്ടാവും. ഇതും മനസ്സിലാക്കിയിരിക്കുക. വെറുതെ ഒരിക്കലും അവർ പോകില്ല. അവർക്ക് ആവശ്യമുള്ളതും കൊണ്ടേ പോകൂ. അത് പണമാകാം, മറ്റ് പലതുമാകാം. 2. നിങ്ങളുടെ സാമ്പത്തികം തീർന്ന് അവർക്ക് നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാകുമ്പോൾ അവർ സ്ഥലം വിടും. അതുവരെ സ്നേഹം നടിച്ച് കൂടെ നടന്നു, സാമ്പത്തികമായ കാര്യങ്ങളിലായിരുന്നു കണ്ണ്. ഇപ്പോൾ അത് കഴിഞ്ഞു. നിങ്ങളിൽ നിന്ന് ആവശ്യത്തിനുള്ളത് അവർ നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു, എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ കാര്യത്തിൽ, കാരണം നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ അവർ സ്ഥലം വിട്ടിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് അവർ നിങ്ങളുടെ കൂടെ നടന്നതും. ഇതും അറിഞ്ഞിരിക്കുക. 3. അവരുടെ നിങ്ങളുടെ കൂടെയുള്ള എൻജോയ്മെൻറ്റ് മടുക്കുമ്പോൾ മറ്റ് പുതിയ സ്ഥലങ്ങൾ തേടി പുതിയ ആളുകളുടെ കൂടെ അവർ സ്ഥലം വിടും. കാരണം ഇത്രയും നാളും നിങ്ങളുടെ കൂടെ നടന്ന് എൻജോയ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളെ മടുത്തു, ഇനിയിപ്പോൾ ഇങ്ങനെ നടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അവർക്ക് തോന്നുകയും പുതിയ ആളുകളെ കാണുമ്പോൾ അവരുടെ കൂടെ പോവുകയും ചെയ്യും, അല്ലെങ്കിൽ അവരെ വശീകരിച്ചെടുത്ത് അവരുടെ പുറകെ പോവുകയും ചെയ്യും. അടുത്ത എൻജോയ്മെൻറ്റിൻ്റെ തലത്തിലേക്ക് അവർ കടക്കും. ഇങ്ങനെയുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തി പുറകെ നടക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വൻ പരാജയമാണ്. കണ്ണടച്ച് അവരെ വിശ്വസിക്കുകയാണെങ്കിൽ വൻ പരാജയമാണ്. 4. മറ്റ് നല്ല ഒരു വ്യക്തിയുമായി വേറൊരു ബന്ധം വരുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. ഇത്രയും നാൾ നിങ്ങളെ സ്നേഹിച്ച് നടക്കുകയായിരുന്നു, പക്ഷേ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യക്തി എല്ലാം കൊണ്ടും, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കിട്ടുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവും. ഇത് ഉറപ്പാണ്. അതുവരെ ബന്ധങ്ങളെല്ലാം ഉള്ളൂ. മെച്ചത്തിൽ നിന്ന് മെച്ചത്തിലേക്ക് പോവുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ. ഒരുവനെ സ്നേഹിച്ചിങ്ങനെ പുറകെ നടക്കും, അതിൽ നിന്നും മെച്ചമുള്ളവനെ വേറെ കിട്ടുമ്പോൾ അവരുടെ പുറകെ പോവും. പിന്നെയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എങ്ങനെയും ഏത് രീതിയിലും ഉയർച്ചയിലേക്ക് പോവുക, ഉയർച്ചയുള്ളവരുടെ കൂടെ പോവുക, ഇതൊക്കെയാണ് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ. അവിടെ സ്നേഹത്തിന് യാതൊരു ബന്ധവുമില്ല. ആദ്യം സ്നേഹിച്ചവരെ ചവിട്ടി തേച്ചുകൊണ്ട് അടുത്ത ആളുടെ പുറകെ പോവും, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ച് അതൊക്കെ പൂർണ്ണമായ സ്നേഹമാണ്, സത്യമായ സ്നേഹമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചവർക്ക് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, ജീവിതത്തിൽ ഇരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ട്. അറിഞ്ഞിരിക്കുക. 5. നിങ്ങൾ ചതിച്ചു എന്ന് തോന്നിയാലും ചിലർ നിങ്ങളെ ഉപേക്ഷിച്ച് പോവും. നിങ്ങളൊരു വ്യക്തിയെ കൂടെ കൊണ്ടു നടന്ന് ചതിക്കുകയാണെന്ന് അവർക്ക് തോന്നിയാൽ, ഇനി നിങ്ങൾ ചതിക്കുക അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് അവർക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടാകുകയാണെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോവും. ഇങ്ങനെയും സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ചിലരുടെ ട്രിക്ക് ഇതാണ്. അവർക്ക് നിങ്ങളെ മടുക്കുമ്പോൾ, നിങ്ങളിൽ നിന്നും പോകേണ്ടതായി തോന്നുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകണം എന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ കുറ്റപ്പെടുത്തി നിങ്ങളുമായിട്ട് ബന്ധങ്ങൾ അകൽച്ചയിലാക്കാൻ നോക്കും. അങ്ങനെ അകന്ന് അവർ പോകും. അതായത് സകല കുറ്റവും നിങ്ങളുടെ തലയ്ക്ക് ഇട്ടുകൊണ്ട് നിങ്ങളെ ഒരു കുറ്റക്കാരനാക്കി തീർത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ അവരുടെ ഒരു ട്രിക്കാണ്. പോകേണ്ട സമയമാകുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള ഒരു ട്രിക്കാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. 6. നിങ്ങൾ തീവ്രമായി ഒരു വ്യക്തിയിലേക്ക് അടുക്കാൻ ശ്രമിച്ചാലും അവർ പോകും. നിങ്ങൾക്കൊരു വ്യക്തിയോട് വളരെ സ്നേഹം തോന്നുകയാണ്. ആ വ്യക്തിയോട് നിങ്ങൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ആ രീതിയിൽ ആക്ട് ചെയ്യുന്നു. പക്ഷേ അവർക്ക് നിങ്ങളോട് തീരെ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ കൂടുതൽ അടുത്ത് ചെല്ലുന്നത് കാണുമ്പോൾ അവർ സ്ഥലം വിടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി അകന്നു പോകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന യഥാർത്ഥ സ്നേഹമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. വെറുതെ എന്തോ ഇങ്ങനെ നടന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ ചിരിച്ചു സംസാരിച്ചു ഇങ്ങനെ നടന്നു എന്ന് മാത്രം. യഥാർത്ഥ സ്നേഹമല്ല ഇതൊന്നും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 7. ചിലരുടെ രീതി ഇങ്ങനെയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർ ഒരു സമയം ഇട്ടുകൊണ്ട്, ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ച് നടക്കും. ഇന്ന സമയമാകുമ്പോൾ അവർക്ക് പോകണം എന്ന് അവർക്ക് കൃത്യമായി അറിയാം. ആ സമയം വരെ സ്നേഹിച്ച് ഒന്ന് പുറകെ നടന്ന് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാം എന്നുള്ള അവസ്ഥയുള്ള മനുഷ്യരുമുണ്ട് ഇന്നിവിടെ. അവർ ആ സമയമാകുമ്പോൾ സ്ഥലം വിട്ടിരിക്കും. അതുവരെ ഒന്നും പുറമേ കാണിക്കത്തില്ല. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഏതെല്ലാം വിധത്തിലാണ് ചതി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതൊക്കെ നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ചതിക്കപ്പെട്ടിരിക്കും. ഇതാണ് അതിൻ്റെ മറ്റൊരവസ്ഥ. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക. കുറച്ചൊക്കെ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ ചെറുതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇടയായിത്തീരും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.